അപ്പോൾ രാവിലെ നമ്മൾ എന്നത്തെയും പോലെ ചായ ഇട്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ ചായ ഇടുവാണ്. എനിക്ക് ലൈറ്റ് ചായ, ചേട്ടയ്ക്ക് കടുപ്പമുള്ള ചായ, അതിനെന്താണ് പറയുന്നത്, സ്ട്രോങ് ചായ, അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ ഞാൻ ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇടയ്ക്ക് നീലൂസ് എഴുന്നേറ്റ് വന്നു. അങ്ങനെ നീലൂസിനെ പിടിച്ച് ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് ഓരോന്നൊക്കെ ന്യായമൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ എടുത്ത് കളിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ചായ ഇടുന്ന വലിയൊരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അപ്പം ചൂടാനായിട്ട് ചേട്ടായിക്ക് പോകാൻ സമയമായി കേട്ടോ. അപ്പോൾ അപ്പം ചൂടാനായിട്ട് വയ്ക്കുക. കറി നമുക്ക് തലേന്നത്തെ ഉള്ളിക്കറി ഉണ്ടായിരുന്നു. ഉള്ളിക്കറി മീൻസ് തലേന്ന് ഇന്നലെ രാത്രി മുട്ടക്കറിയായിരുന്നു. ബട്ട് രാവിലെ മുട്ടയില്ലായിരുന്നു, അതുകൊണ്ടത് ഉള്ളിക്കറിയാക്കി എടുത്തു. അങ്ങനെ അപ്പവും ഉള്ളിക്കറി ഞാനൊന്ന് ചൂടാക്കി, എന്നിട്ട് അതും വേറൊരു പാത്രത്തിലോട്ട് ആക്കി മാറ്റി. അങ്ങനെ കാപ്പിയെല്ലാം കുടിച്ച് ചേട്ടായി ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് ഞാൻ നീലൂസിനെ കുളിപ്പിച്ച് നീലൂട്ടനെ സുന്ദരക്കുട്ടനാക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് വലിയ പണിയൊന്നുമില്ല. ഇന്നലത്തെ തോരനുണ്ട്, ചമ്മന്തി ഇരിപ്പുണ്ട്, ചോറ് ഇരിപ്പുണ്ട്. ചോറ് നമുക്ക് എടുത്തൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്താൽ മതി. പിന്നെ തോരനൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ചമ്മന്തി ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വേറെ പ്രത്യേകിച്ച് ഉച്ചക്കലത്തേനൊന്നും വെക്കുന്നില്ല. ഇന്നലെ ഞാൻ പച്ചക്കറി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറിന് വേണ്ടിയിട്ട്. അത് വൈകിട്ടെടുക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ അപ്പത്തിൻ്റെ മാവ് ബാക്കിയുള്ളതുകൊണ്ട് വൈകിട്ടത്തേന് അപ്പം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാറും കൂടി വയ്ക്കാം. അങ്ങനെ നീലൂട്ടനെ കുളിപ്പിച്ച് സുന്ദരക്കുട്ടനാക്കിയിട്ടുണ്ട്. കുറിയൊക്കെ തൊട്ട് ചന്ദനവും സിന്ദൂരവും കുറിയൊക്കെ തൊട്ട് മുടിയൊക്കെ ചീകി ഉടുപ്പൊക്കെ ഇട്ട് അടിപൊളിയാക്കി സുന്ദരക്കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉച്ചക്കലത്തേനുള്ള ചോറൊക്കെ റെഡിയാക്കിയാൽ മതി. ഇന്ന് ഉച്ചക്കലത്തേന് ഞാൻ പ്രത്യേകിച്ചൊന്നും വെക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടിയിട്ടുള്ള റീൽസാണ് കേട്ടോ. അങ്ങനെ നിന്ന് കുറേ പട്ടിഷോയും കുറേ അഭിനയങ്ങളും ഭാവങ്ങളും ഒക്കെ മുഖത്ത് വരുത്തിയിട്ട് എന്താണ്ടൊക്കെ കോപ്രായങ്ങൾ കാണിച്ചു. അങ്ങനെ നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും ഒരു കുളിർമയും ഒരു സമാധാനവും ഒക്കെ തോന്നുമല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞു. ഞാനും നീലൂസും കുളിച്ചു കേട്ടോ. നീലൂട്ടിനെ വൈകിട്ട് ഒന്നും കൂടി മേലെ കഴിവിച്ചു. അത് കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് വന്ന് സാമ്പാർ വയ്ക്കാൻ പോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇന്നലെ സാമ്പാർ വയ്ക്കാനുള്ള പച്ചക്കറി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ അതെടുത്ത് കഴുകി കുക്കറിലോട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ തക്കാളിയും പച്ചമുളകും ഞാൻ അരിഞ്ഞു വെച്ചിട്ടില്ലായിരുന്നു. പച്ചമുളകും തക്കാളി അരിഞ്ഞു കഴിഞ്ഞാൽ അത് കഴുകുമ്പോഴും അത് മൊത്തം പോകത്തില്ലേ, അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ കുരുവൊക്കെ പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് കഴുകിയിട്ട് അരിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും ഇന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൊമര, സാമ്പാർ പരിപ്പെന്ന് പറയും. സാമ്പാർ പരിപ്പ്, തൊമര, നമ്മുടെ അവിടെ തൊമര എന്ന് പറയും, ഇവിടെ സാമ്പാർ പരിപ്പെന്ന് പറയും. അപ്പോൾ അതിനെ കുറച്ചെടുത്ത് കഴുകി അതിനകത്തോട്ട് ചേർത്തു. പിന്നെ കായം ഞാൻ ചേർക്കുന്നുണ്ട്. നേരത്തെ ഞാൻ കായം ചേർക്കുന്നത് പച്ചക്കറിയെല്ലാം കുക്കറിൽ വേവിച്ച് കഴിഞ്ഞിട്ട് തിളപ്പിക്കുമ്പം നമ്മുടെ മുളകും മല്ലിയൊക്കെ കടുക് വറുത്ത് ചേർക്കുമ്പോഴായിരുന്നു ഇടുന്നത്. പക്ഷേ ഞാൻ ഇപ്പം അങ്ങനെ ഇടും കേട്ടോ. അങ്ങനെ ഇടുമ്പോൾ എനിക്ക് കായം പെട്ടെന്ന് അലിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിൽ വേവിക്കുമ്പോഴേ കായവും ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പച്ചക്കറിക്ക് വേവാനുള്ള കുറച്ച് ഉപ്പ്, പച്ചക്കറിക്ക് ആവശ്യമായി, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു അതിലോട്ട്. പിന്നെ മല്ലിയില ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചു. അതൊക്കെ കഴുകിയത് തന്നെ കേട്ടോ. കഴുകിയാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ അത് സാമ്പാർ വേവാനായിട്ട് കുക്കറിൽ വെച്ചു. അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടായി വന്നു കേട്ടോ. ഒരു 8 മണി 8:30 ആയി. ചേട്ടായി വന്നപ്പോൾ മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മുട്ടയും 2 പേർ പാലും. അപ്പോൾ മുട്ട ഞാൻ അതിനകത്തോട്ട് എടുത്ത് വെക്കുമായിരുന്നു. നമ്മൾ ഇന്നലെ ഫ്രിഡ്ജ് കഴുകിയല്ലോ. അപ്പോൾ അങ്ങനെ മുട്ട എടുത്ത് വെച്ചു. അപ്പോൾ നീലൂസ് അവിടെ വന്ന് നിന്നിട്ട് രണ്ടൊക്കെ തിരയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങ് പോയി കേട്ടോ. പിന്നെ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുമായിരുന്നു ചേട്ടായിയുടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സാമ്പാറിന് കടുകൊക്കെ വറുത്തു.
അപ്പോൾ ഇനി നമുക്ക് അപ്പം ചുടാം. അപ്പം ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്കിനി നാളത്തേന് ദോശയ്ക്കോ ഇഡലിയോ എടുക്കാൻ വേണ്ടിയിട്ട് അരിയും ഉഴുന്നും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് അരച്ച് വെക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു നേരത്തെ കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. കഴിച്ചപ്പം വീഡിയോ എടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. എങ്ങനെയെങ്കിലും അത് കഴിച്ചിട്ട് പെട്ടെന്ന് ജോലി ഒതുക്കാം. പാത്രങ്ങൾ എത്രയും കഴുകാൻ കിടക്കുമ്പോൾ എനിക്കൊരു സമാധാനമില്ല. അത് പിന്നെ കഴുകി കഴിഞ്ഞാലേ എനിക്ക് എൻ്റെ മനസ്സ് ശാന്തമാകത്തുള്ളൂ. അങ്ങനെ പെട്ടെന്ന് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വയ്ക്കാമെന്ന് ചോദിച്ചു. നമ്മൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. കഴിക്കാൻ നേരം വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി, ഞാൻ പറഞ്ഞല്ലോ. അപ്പം കഴുകി വെച്ച കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ബാക്കി ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകി വെച്ചു. അങ്ങനെ നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു കേട്ടോ. ഇനി അവിടെ ഒന്ന് തേച്ച് കഴുകണം. അത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ പരിപാടി. ഇനി അവിടെ എല്ലാം ഒന്ന് തുടയ്ക്കാനുണ്ട്. തുടയ്ക്കുന്നത് ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ്. കാരണം ഇവിടെയെന്ന് വെച്ചാൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം അതിൽ ഉറുമ്പ് കയറും. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ ഒരു എച്ചിൽ പോലും അവിടെ വീഴാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുടച്ചിരുന്നേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഉറുമ്പ് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ കയറി വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി. ഇനി നമുക്ക് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അരി അരയ്ക്കാൻ പോവാം കേട്ടോ. അരി അരയ്ക്കാനായിട്ട് മിക്സി ഓൺ ചെയ്തപ്പോഴാണ് നീലൂട്ടൻ നേരത്തെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മിക്സി സ്വിച്ച് ഇട്ടപ്പോഴത്തേനും മിക്സി ഓണായി. പിന്നെ അവനെ പോയി ഒരു വഴക്കൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്ന് അരിയൊക്കെ അരച്ച് വെച്ചിട്ട് അതിൻ്റെ ചൂട് പോയപ്പോൾ ഒന്ന് കലക്കിയൊക്കെ വെച്ച് റെഡിയാക്കി. ഇനി നമ്മുടെ വെള്ളം ഒന്ന് തിളയ്ക്കണം. വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ചു, ഓഫാക്കി. ഇനി അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് രാത്രി കുടിക്കാനായിട്ട് എടുത്ത് വയ്ക്കണം. ചൂട് പോകാനായിട്ട് ആ ചരുവത്തിലോട്ട് എടുത്ത് വയ്ക്കണം. അങ്ങനെ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കംപ്ലീറ്റ് ആയി കേട്ടോ. കഴിഞ്ഞു. ഇനി നാളെ രാവിലെ ഉള്ളൂ ജോലി. നാളെ രാവിലെ ദോശയോ ഇഡലിയോ എന്തെങ്കിലും എടുക്കണം. അങ്ങനെ ഒഴിച്ച് വെക്കാനായിട്ട് പോട്ടോ വെള്ളം. അപ്പോൾ ഇനി അരിയൊക്കെ അരച്ചത് അടച്ചൊക്കെ വെച്ചിട്ട് ഇനി പോയി സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോവാം ഞാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നാളെ രാവിലെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.